ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു പലഹാരം, അതായത് സുഖിയനാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് തയ്യാറാക്കി നോക്കാവുന്നതേ ഉള്ളൂ. വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളെല്ലാവരും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സുഖിയൻ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ അതിന് വേണ്ടി 1 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം വേവിക്കാം, അല്ലാതെയും വേവിക്കാം. ഒരു നുള്ള് ഉപ്പിട്ട് വേവിക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. അധികം കുഴഞ്ഞു പോകാതെ ഈ ഒരു അളവിൽ വേണം നമുക്ക് വേവിച്ചെടുക്കാൻ. പയറൊക്കെ ഒരുപാട് കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കതിനകത്ത് സുഖിയനകത്ത് അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ഈ ഒരു പരുവത്തിൽ അധികം വെന്ത് പോകാത്ത രീതിയിൽ എടുക്കുക. ഇനി ഞാൻ അതിന് ആവശ്യമായിട്ട് ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാൻ വേണ്ടി അതൊന്ന് എടുത്തു വച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായിട്ട് മധുരത്തിന് വേണ്ടി ഞാനിപ്പോൾ ശർക്കര പാനിയാണ് എടുത്തേക്കുന്നത്. അപ്പം ശർക്കര ഇതിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ ശർക്കര പാനി അധികം ലൂസാവാതെ നല്ല തിക്കായിട്ട് തന്നെയാണ് എടുത്തേക്കുന്നത്. ഇനി നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ പയറും കൂടെ ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ചിരുന്നാൽ മതി. അതിലേക്ക് നമ്മൾ പയറും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ശർക്കര പാനിയിൽ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ തേങ്ങയും പയറും കൂടെ ഒന്ന് ആദ്യം മിക്സ് ചെയ്തെടുത്തു. ഇനി അതിലേക്ക് നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന ശർക്കര പാനി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ശർക്കര പാനിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ശർക്കര പാനി ചെയ്യുമ്പം നല്ല കട്ടിയായിട്ട് ചെയ്യുക. അപ്പം പയറും കൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് അധികം വെള്ളം ഉണ്ടാവാതിരിക്കും. അപ്പോൾ നമുക്ക് ഉരുട്ടിയെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ശർക്കര പാനി ചെയ്യുമ്പോൾ നല്ല കട്ടിയായിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ ശർക്കര പാനിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം. അത് ചേർക്കുമ്പോഴാണ് അത് സുഖിയനൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇനി അത് നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് മിക്സ് ചെയ്യുമ്പോൾ സമയത്ത് ഇതുപോലെ തവി വെച്ചൊന്ന് ഉടച്ചു കൊടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമ്മൾ ഉരുട്ടിയെടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് നമുക്കത് ഉരുട്ടിയെടുക്കാനും പറ്റും. അത് തന്നെയല്ല ചില പയർ നമുക്കിങ്ങനെ കടിക്കാൻ പാകത്തിനുള്ള രീതിയിൽ കിട്ടുകയും ചെയ്യും. ചിലതൊക്കെ നന്നായിട്ട് ഉടഞ്ഞു പോവുകയും ചെയ്യും, ചിലത് അതുപോലെ കിടക്കുകയും ചെയ്യും. ആ ഒരു പരുവമാണ് നമുക്ക് വേണ്ടത്. പയറിൻ്റെ മിക്സ് അങ്ങനെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതുപോലെ ചിലതൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്, ചിലത് അതുപോലെ കിടക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു അളവിനാണ് നമുക്ക് പയർ തയ്യാറാക്കി എടുക്കേണ്ടത്. ഇനി നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. അപ്പം ഞാൻ മൈദമാവാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കണം. അപ്പം ഇത് മധുരമുള്ള പലഹാരം ആയതുകൊണ്ട് ഒരു നുള്ളേ ഉപ്പിടാവുള്ളൂ. പിന്നെ അതിലേക്ക് നമ്മൾ വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഇഡലിയുടെ അല്ലെങ്കിൽ ദോശയുടെ ആ ഒരു പരുവത്തിൽ വേണം മാവ് മിക്സ് ചെയ്തെടുക്കാൻ. ഇതിനാവശ്യമായിട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു ചെറിയ കളറിന് വേണ്ടി. അപ്പോൾ ഇനി അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിൽ നമ്മൾ ബാറ്റർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി പയറിൻ്റെ ചൂട് അറിയതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ ചെറിയ ബോളാക്കി എടുത്താൽ മതി. നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് കുട്ടികൾക്കൊക്കെ അതായിരിക്കും ഇഷ്ടം. ചെറുതായിട്ടൊന്ന് ബോൾസാക്കി എടുക്കുക. അപ്പോൾ ഞാനിപ്പം ഇതുപോലെ ചെറിയൊരു സൈസിലാണ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ ബോൾസും എല്ലാം അതുപോലെ ഒന്ന് തയ്യാറാക്കി എടുക്കുക. അപ്പോൾ ഞാൻ ആ പയറെല്ലാം ഇതുപോലെ ബോൾസാക്കി മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ ബാറ്ററിൽ മുക്കി എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം ചെറുതായിട്ടൊരു കോട്ടിങ് കൊടുത്താൽ മതി. ഇതുപോലെ ഒന്ന് മുക്കിയിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് എണ്ണയിലിട്ട് കൊടുക്കുക. അപ്പോൾ അധികം എണ്ണയൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. നമ്മളിതുപോലെ തിരിച്ച് മറിച്ചു വിട്ട് ഒരു 2-3 തവണയായിട്ട് എല്ലാം ഫ്രൈ ചെയ്തെടുത്താൽ മതി. അധികം എണ്ണ ഉപയോഗിക്കേണ്ട കാര്യമില്ല. അപ്പം ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കാരണം നമുക്കതിൻ്റെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. പുറത്തെ ആ കോട്ടിങ് മാത്രം ചെറുതായിട്ടൊന്ന് ഇതായാൽ മതി. അധികം നേരം എണ്ണയിലിട്ട് എടുക്കേണ്ട കാര്യമില്ല. ഇനി കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് നമുക്കിതുപോലെ അതിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ പുറത്തൊക്കെ നല്ല സോഫ്റ്റായിട്ടുള്ളൊരു കോട്ടിങ്ങാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ എണ്ണയിൽ അധികം നേരം ഇട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ സുഖിയനും ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം.
അപ്പം ഇത്രയേ ഉള്ളൂ നമുക്ക് സുഖിയൻ വീട്ടിലുണ്ടാക്കാനുള്ളത്. ഏറ്റവും നിസ്സാര, ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ വീട്ടിലെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നിങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.